കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകനാണ് റോഷിപാൽ. ആ റോഷിപാലിനെതിരായി തുടർച്ചയായി യൂത്ത് കോൺഗ്രസിൻ്റെ ഗുണ്ടാസംഘം മാധ്യമപ്രവർത്തനം നടത്താൻ വിടില്ല എന്ന് ആക്രോശിച്ചുകൊണ്ട് അക്രമം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ ഇവിടെയുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി ക്രൂരമായി മർദ്ദിക്കുന്ന നിലയുണ്ടായി, കയ്യേറ്റം ചെയ്യുന്ന നിലയുണ്ടായി. നേരത്തെയും അദ്ദേഹത്തിന് നേരെ ഇതുപോലെയുള്ള ആക്രമണങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് റോഷിപാൽ ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നത് എന്നത് ഗൗരവപൂർവ്വം ആലോചിക്കേണ്ട വിഷയമാണ്. ഇന്നിപ്പോൾ ആ അക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പത്രപ്രവർത്തക യൂണിയൻ്റെ പ്രസ്താവന കാണുകയുണ്ടായി. ആ സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് റോഷിപാലിൻ്റെ ഒരു ഫേസ്ബുക്കും കാണുകയുണ്ടായി. അപ്പം അതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് പെട്ടെന്നുണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു വികാരപ്രകടനമല്ല, അദ്ദേഹത്തെ തൊഴിലെടുക്കാൻ വിടില്ല എന്ന പ്രഖ്യാപനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പത്രപ്രവർത്തക യൂണിയൻ്റെ പ്രസ്താവനയിൽ തന്നെ നമുക്ക് വായിക്കാൻ വേണ്ടി കഴിയും. അപ്പം അത് കൃത്യമായ പകപോക്കലാണ്. റോഷിപാൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ വ്യാജ ID നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായ വാർത്തകൾ പുറത്തു കൊണ്ടുവന്ന, വാർത്തകൾ അവതരിപ്പിച്ച, വാർത്തകൾ കണ്ടെത്തിയ ഒരു മാധ്യമപ്രവർത്തകരാണ്. അപ്പം അതിന്മേലുള്ള ഒരു പ്രതികാര ബുദ്ധിയും പകയും റോഷിപാലിനെ തുടർച്ചയായി വേട്ടയാടാൻ അവരെ പ്രേരിപ്പിക്കുന്നു. ഇത് വളരെ ഗൗരവപൂർവ്വം കേരളീയ സമൂഹം കാണുകയും ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും വേണം. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട സുഹൃത്തു കൂടിയാണല്ലോ അദ്ദേഹം. എന്തുകൊണ്ട് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് അതുമായി ബന്ധപ്പെട്ട ശക്തമായ പ്രതിരോധം ഉണ്ടാവുന്നില്ല എന്നത് കേരളത്തിൽ എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്. സ്വന്തം സഹപ്രവർത്തകനെ ഈ നിലയിൽ വേട്ടയാടുന്നു. ആ ആൾ തന്നെ പറയുന്നു നിങ്ങളുടെ യൂണിയൻ്റെ ഭാഗമായിട്ടുള്ള പ്രസ്താവന പുറത്തുവിടുന്നു. പക്ഷേ എന്തുകൊണ്ട് അത് സംബന്ധിച്ച് ശക്തമായൊരു പ്രതിഷേധം ഉണ്ടാവുന്നില്ല? അപ്പം ഇത് സംശയത്തിന് ഇട നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് റോഷിപാലിനെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ അക്രമത്തെ ശക്തമായി അപലപിക്കുകയാണ്. എല്ലാ വിഭാഗം ആളുകളും യൂത്ത് കോൺഗ്രസിൻ്റെ ഈ ഗുണ്ടായുസത്തിനെതിരായി ശക്തമായി രംഗത്ത് വരണം എന്ന് ആഹ്വാനം ചെയ്യുകയാണ്. ഇത് നേതൃത്വത്തിൻ്റെ ശക്തമായ പിന്തുണയോടുകൂടിയാണ്. നേതൃത്വം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഷാഫി പറമ്പലിൻ്റെ, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ വ്യാജ പ്രസിഡൻറ്റിൻ്റെ എല്ലാം കൃത്യമായ ഒത്താശയോടുകൂടി അവർ പറഞ്ഞുവിട്ട ആളുകളാണ് ഈ അക്രമത്തിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് ശക്തമായ ജനവികാരം ഉയർന്നു വരേണ്ടതുണ്ട്. ആ സംഭവത്തെ ശക്തമായി DYFI അപലപിക്കുകയാണ്.